CSK എന്നാലും കഴിഞ്ഞ കളിയിൽ കളിപ്പിച്ച ടുഡേയും സാം കൊരനെയും എടുത്ത് മാറ്റുന്നു. ജിമ്മി ഓട്ടനെ കൊണ്ടുവരുന്നു. 2 ഓവർ എറിയിപ്പിക്കുന്നു. 30 റൺസ് വഴങ്ങുന്നു. എന്നാൽ ബാറ്റിംഗ് പൊസിഷനോ 8ാം നമ്പറിൽ ബാറ്റിംഗ് ചെയ്യാൻ കൊണ്ടുവരുന്നു. എന്റെ അഭിപ്രായം ജിമ്മി ഓട്ടൻ ഇന്നലെ ഒരു 5ാമതോ 6ാമതോ ബാറ്റിംഗ് പൊസിഷനിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ മാച്ച് ചിലപ്പോൾ CSKക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ ബാറ്റിംഗ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ ഉള്ള ബെഞ്ച് സ്ട്രെങ്ത് എന്തുമാത്രം നിങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ CSK പരിശോധിച്ചിട്ടുണ്ടോ എന്ന സംശയം. നിങ്ങളിൽ ഉള്ളത് ഇപ്പോഴും നിങ്ങൾ വിജയ് ശങ്കറിനെ കൊണ്ടുവന്നു. വിജയ് ശങ്കറിന്റെ ആവറേജ് ഒന്ന് പരിശോധിച്ച ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ 25ന്റെ ആവറേജ് മാത്രമേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുള്ളൂ. നിങ്ങളുടെ ടീമിലുള്ള പ്ലേയേഴ്സ് ഒക്കെ ഓൾ ദ റെസ്പെക്ട് പറയുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ റിട്ടയർ ആയ പ്ലെയറാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 2020 നിന്ന്. മഹേന്ദ്ര സിംഗ് ധോണി 2020 നിന്ന് റിട്ടയർ ആയതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ആയ ഒരു പ്ലെയറാണ്. രാഹുൽ തിരുപ്പാത്തിയ 2020 എന്നാ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറുള്ളത്. ദീപക് ഹുഡ എന്ത് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറുള്ളത്. വിജയ് ശങ്കർ എന്തുതരം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാനുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞതുപോലെ സച്ചിൻ രവീന്ദ്രയും ഋതുരാജ് ഗൈക്വാഡും ഇവരുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ചെന്നൈ ടീം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ പെർഫോമൻസും അത് തന്നെയല്ലേ കാഴ്ചവെച്ചത്. ഇന്നലെ ഋതുരാജ് ഗൈക്വാഡ് 15ാമത്തെ ഓവറിൽ ഔട്ടാവുന്നു. കഴിഞ്ഞ് മാച്ച് കയ്യിൽ പോകുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇന്നലെ 15ാമത്തെ ഓവർ രവീന്ദ്ര ജഡേജ ഔട്ട് ആയിരുന്നെങ്കിൽ, ഋതുരാജ് ഗൈക്വാഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ടീമിന് മാച്ച് ജയിക്കാൻ കഴിഞ്ഞേനെ. രവീന്ദ്ര ജഡേജയുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ച് 22 ബോളിൽ നിന്ന് 32 റൺസ് എടുക്കുന്നു. ഋതുരാജ് ഗൈക്വാഡ് ടെൻഷൻ കൊടുത്ത് ഋതുരാജ് ഗൈക്വാഡിനെ ഔട്ടാക്കി വിട്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഋതുരാജ് ഗൈക്വാഡിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. വെറും 2 4 അടിച്ചിരിക്കുന്നത്. ഏകദേശം സ്ട്രൈക്ക് റേറ്റ് നോക്കുകയെങ്കിൽ 145ന്റെ സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ 145ന്റെ സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു രവീന്ദ്ര ജഡേജയ്ക്ക് വേണ്ടിയിരുന്നത്. 200+ സ്ട്രൈക്ക് റേറ്റ് എങ്കിലും വേണ്ടിയിരുന്നു. മാച്ച് ഇവർ പരാജയപ്പെട്ടത് അവസാനം എന്ന 6 റൺസിനാണ്. 15ാമത്തെ ഓവറിൽ ഗൈക്വാഡ് ഔട്ടായി. 15ാമത്തെ ഓവറിൽ MS ധോണി ഇവരെ തലയെ അങ്ങോട്ട് വരുന്നു. 15ാമത്തെ ഓവറിൽ ഇവർ നേടുന്നത് 11 റൺസാണ്. 16ാമത്തെ ഓവറിൽ ഇവർ നേടുന്നത് 7 റൺസ്. 18ാമത്തെ ഓവറിൽ ഇവർ നേടുന്നത് 6 റൺസ്. മഹേഷ് തീഷ്ണ എന്ന് പറയുന്ന സ്പിൻ ബോളർക്കെതിരെ MS ധോണിയും ഇന്ത്യയുടെ ODIയിലും ടെസ്റ്റിലും കളിക്കുന്ന രവീന്ദ്ര ജഡേജ നേടുന്നത് വെറും 6 റൺസാണ്. ഇവർ പരാജയപ്പെടുത്തുന്നത് വെറും 6 റൺസിനാണ്. 18ാമത്തെ ഓവറിൽ ഇവർ പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും. ആ ഓവറിൽ ഇവർക്ക് സ്പിന്നർ ആയിരുന്നു, ഇവർക്ക് റണ്ണ് കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, റണ്ണ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. തല വന്നിട്ട് ഞാൻ മാച്ചിന് അവസാനം വരെ കൊണ്ടുപോകുന്നു, ലാസ്റ്റ് ഓവറിൽ ഞാൻ അടിച്ചു ജയിപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു മഹേന്ദ്ര സിംഗ് ധോണി. ആ ഒരു സമയവും ആ ഒരു കാലമൊക്കെ ഉണ്ട്. നിങ്ങൾ മാച്ച് ഫിനിഷ് ചെയ്തൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും പ്രതീക്ഷിച്ചു സത്യം പറഞ്ഞാൽ ഇന്നലെ MS ധോണി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജയിക്കാൻ കഴിഞ്ഞാൽ. പക്ഷെ 20 റൺസ് സന്ദീപ് ശർമ്മ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ബോളർ, പുള്ളി വന്നിട്ട് സ്ലോ ബോളും ബൗൺസും ഷട്ടർ ബോളും ബ്രോക്കറും ഒക്കെ കൂടുതലായിട്ട് എറിയുന്ന ഒരു ബോളാണ്. ആ ഒരു ബോളറെയൊക്കെ വന്ന് ലാസ്റ്റ് ഓവറിൽ 20 റൺസ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ലായിരുന്നു. ഇന്നലെ എന്തായാലും ഇവർ മാച്ചിലെ ഇല്ലായിരുന്നു തന്നെ പറയുന്നത്. ഇവർ ഇന്നലെ ചേസിൽ ഇല്ലായിരുന്നു തന്നെ പറയുന്നത്. ഇവരുടെ പെർഫോമൻസ് പരിശോധിച്ച് നോക്കുക. ഇവർ ആദ്യത്തെ 6 ഓവറിൽ നേടുന്നത് 42 റൺസാണ്. പിന്നെ 7 മുതൽ 10 വരെ ഓവറിൽ ഇവർ നേടുന്നത് 74 റൺസ്, 3 വിക്കറ്റ് ഇവർക്ക് നഷ്ടമായി. പിന്നെ 11 മുതൽ 15 വരെ ഓവറിൽ ഇവർ നേടുന്നത് 122 റൺസ്, 4 വിക്കറ്റ് നഷ്ടമായി. അവിടുന്ന് പിന്നെ MS ധോണി 15ാമത്തെ ഓവറിൽ MS ധോണി വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയുമായിട്ട് നിന്ന് മാച്ചിനെ ഫിനിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് മാച്ചിനെ പരാജയപ്പെടുത്തുന്നു. രവീന്ദ്ര ജഡേജയുടെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ജിമ്മി ഓട്ടൻ കുറച്ചുകൂടെ മുമ്പേ പുള്ളി ഒന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ, പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ മാച്ച് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ. നല്ല വളരെ ദയനീയമായ അവസ്ഥ. അവരുടെ മാനേജ്മെന്റ്, ഞാൻ ഋതുരാജ് ഗൈക്വാഡിനെയോ MS ധോണിയോ രവീന്ദ്ര ജഡേജയോ ഒന്നും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അവരുടെ മാനേജ്മെന്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പൊന്നുവില കൊടുത്ത് സ്പിന്നർമാരെയൊക്കെ ടീമിൽ ഇപ്പോൾ ആഡ് ചെയ്തു. 10 റണ്ണെ ആഡ് ചെയ്തു, കാലുഹമ്മനെ ആഡ് ചെയ്തു, നല്ല പെർഫോമൻസ്. പക്ഷെ നിങ്ങളുടെ ബാറ്റർ 200 റൺസ് ചേസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 200 റൺസോ അല്ലെങ്കിൽ 150 റൺസിന് മേളിലോ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഈ ടീമിന്റെ ബോളർമാർ എത്ര പെർഫോമൻസ് ചെയ്തിട്ട് എന്താ കാര്യം? എല്ലാ കളിയിലും ബോളർമാർ 50 റൺ 100 റണ്ണിന് ടീമിനെ ഔട്ടാക്കാൻ കഴിയും? ഇല്ല, കഴിയില്ലെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. നല്ല വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആ 2ാമത്തെ മത്സരത്തിൽ RCB വന്ന് എന്തായാലും എക്സ്പോസ് ചെയ്തതോടെ ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ എന്തായാലും വലിയ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? ഇന്നലെ മാറ്റം വരുത്താൻ പറ്റുന്നത് ഹൂഡയെ അവർ മാറ്റി നിർത്തി, സാംകരനെ മാറ്റി നിർത്തി, ജിമ്മി ഓട്ടനെ കൊണ്ടുവന്ന് 2 ഓവറിൽ എടുത്തിട്ട് അടിച്ചു. CSKയുടെ ബോളിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ മെയിൻ ബോളറാണ്. ഇന്നലെ റാണ എടുത്തിട്ട് അടിച്ച അടി ഒന്ന് കാണണമായിരുന്നു. 4 ഓവറിൽ 46 റൺസ്, 1 വിക്കറ്റുമാണ് നേടുന്നത്. കാലിൽ അഹമ്മദ് നല്ല രീതിയിൽ ബോൾ ചെയ്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുക്കുന്നു. നൂർ അഹമ്മദ് 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുക്കുന്നു. രവീന്ദ്ര ജഡേജ 2 ഓവർ എറിയാൻ കൊടുത്ത 10 റൺസും 1 വിക്കറ്റും, 10 റണ്ണ സൂപ്പർ. വേറെ 3 ബോളർമാർ, നൂറും 10 റണ്ണയും കാലിൽ അഹമ്മദും. നിങ്ങൾ ബാറ്റ്സ്മാൻമാർ കുറച്ച് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ഇപ്പോഴും ജയിക്കാൻ കഴിയും. എനിക്കിപ്പോഴും ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഈ ടീമിൽ. നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ രാഹുൽ ത്രിപാഠി ആണെങ്കിലും
ശിവൻ ഡുബെ ആണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് വെളിയിലോട്ട് എടുത്താലേ കഴിയും. ഒരു രച്ചിൻ രവീന്ദ്രയിലും ഋതുരാജ് ഗൈക്വാഡിലും മാത്രം ആശ്രയിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയേണ്ടിയിരിക്കുന്നത്. ഇനി രാഹുൽ ത്രിപാഠിക്ക് കഴിയത്തില്ല എങ്കിൽ അതിലേക്ക് കോൺവേ കൊണ്ടുവന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാകുന്നു. രാഹുൽ ത്രിപാഠിയെ ചാൻസ് കൊടുക്കുന്നു, എന്നാൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇനി രാജസ്ഥാന്റെ ബാറ്റിംഗ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യശ്വാൾ എന്ന് കളിക്കാനാ 3 മത്സരമായി 3 മത്സരത്തിൽ അമ്പേ പരാജയം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരു പ്ലെയറാണ്. വളരെ മോശം ഫോം. ഞാൻ രാജസ്ഥാനിൽ മാത്രമല്ല നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഒരു പ്ലെയറാണ്. ഇന്ത്യക്ക് ഇപ്പോൾ ടെസ്റ്റ് സീരീസ് വരാനിരിക്കുന്നു, സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് വരാനിരിക്കുന്നു, 2026 T20 വേൾഡ് കപ്പ് വരാനിരിക്കുന്നു. ഇവരുടെയൊക്കെ ഒരു ഫോമും ഒക്കെ കാണുമ്പോഴത്തേന് നല്ല ഭയമുണ്ട്. സഞ്ജു സാംസൺ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ആദ്യത്തെ കളി ഞാൻ കളിക്കും, പിന്നെ അങ്ങോട്ട് ഇടയ്ക്കും പറയ്ക്കുമൊക്കെ കളിക്കും എന്ന് പറയുന്ന പോലെയുള്ള കളി. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സെൻട്രൽ കോൺട്രാക്ട് വരാൻ പോകുന്നു. അവിടെ ഇഷാൻ കിഷൻ വരുമോ, സഞ്ജു സാംസൺ കോൺട്രാക്റ്റിലേക്ക് വരുമോ എന്നൊക്കെ കാര്യത്തിൽ ചർച്ച നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്ത് കാണിക്കാനാണ്? ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ജഷ്വാളും സഞ്ജു സാംസണൊക്കെ കളിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മത്സരം ജയിച്ചു, പക്ഷേ പറഞ്ഞ ഒരു CSKക്കെതിരെയാണെന്ന് രാജസ്ഥാൻ മനസ്സിലാക്കണം. വേറെ ഒരു ടീമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് അല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. പിന്നെ അവിടെ നോക്കുമെങ്കിൽ നിതീഷാണ്. സോറി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് തന്നെ പറയണം. കഴിഞ്ഞ പ്രാവശ്യം KKR നിലനിർത്തുന്നില്ല, പ്രതീക്ഷിച്ച പൈസ KKRന് ലഭിക്കുന്നില്ല, ടീമിൽ നിന്ന് പുറത്താകുന്നു. എന്നാൽ വന്നു മനോഹരമായ അശ്വിനെ ഒക്കെ എടുത്തിട്ട് അടിച്ച്, അശ്വിനെയും ഓട്ടനെയൊക്കെ എടുത്തിട്ട് അടിച്ച് അടിയാണ്. നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ്, സ്പിന്നർമാർക്കെതിരെ ആയാലും ഫാസ്റ്റ് ബോളർമാർക്കെതിരെ നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ് നിതീഷ് റാണ കാഴ്ചവെച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സീസൺ മിക്കവാറും ഇന്ത്യയുടെ ബാറ്റ് ചലിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. നല്ലൊരു പെർഫോമൻസ് നിതീഷ് റാണയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. തുടർന്നുള്ള മത്സരങ്ങളിലും ഈ ഒരു പെർഫോമൻസ് ആവർത്തിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇഷാൻ കിഷനെ കൂട്ടും അന്ന് ഒരു കളി കളിച്ചു, അല്ലെങ്കിൽ സഞ്ജു സാംസനെ കൂട്ട് വന്ന് ഒരു കളി കളിച്ചു, ബാക്കിയുള്ള കളി കളിക്കാതിരിക്കുന്ന പോലെ ആവാതെ എന്നുള്ള മത്സരങ്ങളിലും റാണയ്ക്ക് കളിക്കാൻ കഴിയട്ടെ. പിന്നെ റയാൻ പരാഗ് ക്യാപ്റ്റന്റെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് നല്ലൊരു ക്യാപ്റ്റൻസിയൊക്കെ തന്നെയായിരുന്നു. പുള്ളിയുടെ നല്ലൊരു ഇന്നിങ്സ് പുള്ളിക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ തകർച്ചയിലോട്ടാണ് അവർ പോയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പാർട്ണർഷിപ്പ് ഇവർക്ക് കിട്ടി. നിതീഷ് റാണ നല്ലൊരു തുടക്കം കൊടുത്തിട്ട് ഒരു 200 റൺസ് പോലും ഇവർക്ക് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവരുടെ ടീമും വിലയിരുത്തേണ്ടതാകുന്നു. ഇവരുടെ ബാറ്റിംഗ് ഓർഡർ സരംഗയെ നമ്പർ 6 കൊണ്ടുവരുന്നു, പിന്നെയും ഇറ്റ്മറെ നമ്പർ 7 കൊണ്ടുവന്നു. ഇറ്റ്മറെ നമ്പർ 5 നമ്പർ 6 നിങ്ങൾ കളിപ്പിക്കുക തന്നെ ചെയ്യണം. പുള്ളിയെ ബോളർമാരെ കൂടിയിട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എത്രമാത്രം കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. സരംഗയെ നിങ്ങൾ 2 പ്രാവശ്യവും പരീക്ഷിച്ചു. ആദ്യത്തെ കളി 3 റൺസ് എടുക്കുന്നു, ഇന്നലെ 4 റൺസ് എടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പോകുന്നത്? എന്നാൽ നിങ്ങൾ കഷ്ടിച്ച് ജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ചെന്നൈക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ടീം ആയിരുന്നെങ്കിൽ മറിച്ചൊരു റിസൾട്ട് ഇന്നലെ വന്നേനെ. ഒരു ഇച്ചിരിയും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ദ്രാവിഡ് ആവശ്യമില്ലാത്ത രീതിയിൽ ടീമിൽ ചേഞ്ചസ് കൊണ്ടുവരികയും ബാറ്റിംഗ് ഓർഡറിനെ മാറ്റി പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നോക്കുമെങ്കിൽ ആദ്യത്തെ 8 മത്സരങ്ങൾ കണ്ടിന്യൂസ് ജയിച്ച ഒരു ടീമാണ്. അപ്പോൾ നോക്കിയേ, പെർഫോമൻസ് വളരെ മോശം പെർഫോമൻസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയിച്ചു, അവർക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അവസാനത്തെ 5 ഓവറിൽ ഇവർ വെറും 46 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ പറയാതെ വയ്യ. ജോ ഫാർച്ചർ ഇന്നലെ നല്ല രീതിയിൽ ബോൾ ചെയ്തു. എന്തായാലും പുള്ളി തിരിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ദേശ് പാണ്ഡ്യ ഇന്നലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ സന്ദീപ് ശർമ്മ ആയാലും സരംഗ ആയാലും ബാറ്റ് കൊണ്ട് ചലിച്ചില്ലെങ്കിലും ബാറ്റിംഗിൽ 4 റൺസാണ് നേടിയത്. ബോളിംഗിൽ എന്തായാലും 4 വിക്കറ്റ് നേടാൻ കഴിഞ്ഞു എന്തായാലും പുള്ളിക്ക്. എന്നാൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ എന്നെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു. പക്ഷേ മനസ്സിലാക്കേണ്ടത് താരതമ്യേന ദുർബലമായ ഒരു ടീമാണ് ഈ പ്രാവശ്യം ചെന്നൈ. അടുത്തുള്ള മത്സരങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ബെസ്റ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. മത്സരങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. നിതീഷ് റാണയെ കൂട്ടുള്ള ഒരു വ്യക്തിയൊക്കെ 82 റൺസ് എടുത്തു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ 200 റൺസെങ്കിലും കടത്തേണ്ടതായിരുന്നു. സഞ്ജുവും ജഷ്വാളും ഒക്കെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ഇന്നിങ്സ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത മത്സരങ്ങളിൽ.